പ്രൈസലോടെ എല്ലാ ദൈവങ്ങൾക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഈ പ്രഭാതത്തിൽ വന്ദനം. ദൈവം നമ്മളെ ഈ ആഴ്ച എല്ലാവരും അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്താൽ പ്രതിസന്ധികളെ നേരിടാം എന്ന വിഷയത്തിന്റെ ഒരു ഭാഗം എന്ന് നമുക്ക് പെട്ടെന്ന് നിങ്ങളോട് സംസാരിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 11-ാം 29-ാം വാക്യത്തിൽ ഇങ്ങനെ കടന്നു, വിശ്വാസത്താൽ അവർ കരയിൽ എന്നതുപോലെ കടലിൽ കൂടി നടന്നു. ഈ കടലിൽ കൂടി നടക്കുന്ന നമുക്ക് മനസ്സിലായി, കടൽ ചെങ്കടലാണ്. പക്ഷെ കടലിൽ കൂടി നടക്കുന്ന പറഞ്ഞാൽ വെള്ളത്തിനും ഇത് നടന്നെന്നല്ല അതിന്റെ അർത്ഥം. ഭീകരമായ ചെങ്കടലിന്റെ കരയിൽ അവർ നിൽക്കുന്നു, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, പുറകോട്ട് തിരിയാൻ പറ്റുന്നില്ല. ഇരുവശത്തും ഭീകരമായ പർവ്വതങ്ങൾ സമസ്ത വഴികളും മുമ്പിൽ അടഞ്ഞു നിൽക്കുമ്പോൾ വിശ്വാസത്താൽ അവർ കരയിൽ എന്നതുപോലെ ചെങ്കടലിൽ നടന്നു. എങ്ങനെ? 106-ാം സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കാണിക്കുന്നു. ആ 9-ാം വാക്യം, അവർ ചെങ്കടലിനെ ശാസിച്ചു, അത് ഉണങ്ങിപ്പോയി. അവൻ അവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടി നടത്തി. കണ്ടോ, മരുഭൂമിയിൽ നടത്തിയതുപോലെ തന്നെ ആഴിയിൽ കൂടി നടത്തി. മഹാദൈവൻ ചെങ്കടലിനെ ശാസിച്ചു, അത് ഉണങ്ങിപ്പോയി. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതിന്റെ മുമ്പിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത തടസ്സമായി നിൽക്കുന്ന ചെങ്കടൽ പോലത്തെ, ചെങ്കടൽ സമാനമായ വിഷയത്തെയും വിശ്വാസത്തിന്റെ ശക്തിയാൽ നീ ഉറച്ചു നിന്നാൽ നിനക്കതിനെ കര പോലെ ഉണക്കിയെടുക്കാൻ കഴിയും. നിനക്കതിന്റെ തലമുറയ്ക്കും നിന്റെ ആടുമാട് മൃഗസമ്പത്തിന് മുഴുവനും അതിനകത്തൂടെ നടന്ന് ഇസ്രായേലിനെ പോലെ കയറാൻ കഴിയും. ഈ രാവിലെ സമയം കേട്ട് മുന്നേറുക. എല്ലാ തടസ്സങ്ങളും ചെങ്കടലാണെങ്കിൽ പോലും അതിനെ പോലും ഭേദിച്ച് കിടക്കുവാൻ, മുറിച്ച് കിടക്കുവാൻ, അതിനെ കരയാക്കി ഉണക്കുവാൻ അധികാരമുള്ള ദൈവം നിനക്ക് തന്ന വിശ്വാസത്താൽ നിന്റെ മുമ്പിലുള്ള എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്ക്. ദൈവം അതിനായി നിന്നെ ശക്തീകരിക്കട്ടെ. ആമേൻ.